ഈശ്വർ മാൽപ്പയ്ക്കൊപ്പമുള്ള സഹായി വീണ്ടും ഡൈവ് ചെയ്തിട്ടുണ്ട്, പുഴയുടെ അടിത്തട്ടിലേക്ക് പോയിട്ടുണ്ട്. എന്താണ് പുഴയ്ക്ക് അടിത്തട്ടിലുള്ള പ്രതിസന്ധി എന്ന് പരിശോധിക്കുകയാണ്. ഒരു പക്ഷേ ഇപ്പോൾ ഈ ട്രക്ക് അല്പം കൂടി അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം മാത്രമേ ഉയർത്താൻ കഴിയൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പുഴയുടെ അടിത്തട്ടിൽ നിറയെ പാറക്കല്ലുകളുണ്ട്. ഈ പാറക്കല്ലുകൾ കുടുങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. നേരത്തെ ഏതാണ്ട് പുഴയുടെ മധ്യഭാഗത്ത് ഇത്തരത്തിൽ പാറക്കല്ലുകളിൽ കുടുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയ തരത്തിലുള്ള പ്രതിസന്ധികളാകുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ക്രെയിൻ്റെ ഇരുമ്പ് പടം 3 തവണ പൊട്ടിപ്പോകുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. അതിന് സമാനമായ ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നുള്ളതാണ് സംശയിക്കപ്പെടുന്നത്. അത് പരിഹരിക്കേണ്ടതുണ്ട്. അതിലൊരു ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈശ്വർ മാൽപ്പയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സഹായി കൂടി ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങുകയും വെള്ളത്തിലേക്ക് ഡൈവ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ ആ പരിശോധനയിൽ എന്താണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും മറ്റുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുക എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ കരയിൽ 3 ക്രെയിനുകൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വലിയൊരു ക്രെയിൻ ഇതിനായി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ആ ക്രെയിനിൽ